ഓക്കെ, എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. 32ാമത്തെ പേജിൽ നമ്മൾ അവസാന ഭാഗത്ത് കണ്ടായിരുന്നു എന്താണ്, ദർ ആർ മെനി എന്താ പറയുന്നത് ലിറ്റററി ഡിവൈസസ് ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിൽ നിന്നും ഏതൊക്കെയാണ് എന്താന്ന് പറയുന്നത് നമ്മളുടെ ആ ഒരു സ്പീച്ചിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിന്റെ അകത്ത് നിന്നും നമ്മൾ ഇവിടെ കാണുന്നത് മെറ്റഫർ വരെ നമ്മൾ കണ്ടിരുന്നു. ഇനി നമ്മൾ കാണുവാനായിട്ട് പോകുന്നത് അലിട്രേഷൻ എന്ന് പറയുന്ന ഭാഗമാണ്. ഓക്കെ, അലിട്രേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെഫിനിഷൻ എന്താണ്? റിപ്പിറ്റേഷൻ ഓഫ് ദ സെയിം സൗണ്ട് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ കോൺസിക്യൂട്ടീവ് വേർഡ്സ്. അതായത് ഒരേ വാക്ക് തന്നെ, ഒരേ സൗണ്ട് തന്നെ ഒരു സെന്റൻസിൽ നമ്മൾ എന്താ പറയുന്നത്, റിപ്പീറ്റ് ചെയ്യും, ആവർത്തിച്ചുകൊണ്ടിരിക്കും. അപ്പൊ നമുക്ക് അതിൻ്റെ അകത്ത് ലൈൻ ഫ്രം ദ ടെക്സ്റ്റ് ആയിട്ട് നമുക്ക് എടുക്കാവുന്ന ഒരു കാര്യമാണ്. ഓക്കെ, ഫ്രണ്ട്സ്, റോമൻസ്, കൺട്രി മെൻ. ഇവിടെ നമ്മൾ കാണുന്നുണ്ട് ഫ്ര ഫ്ര റ ആർ ആർ എന്ന് പറഞ്ഞുള്ള ആ ഒരു ശൈലിയിലുള്ളത്. ഹിയർ ദ റിപ്പിറ്റേഷൻ ഓഫ് ദ ആർ സൗണ്ട്സ് ഇൻ റോമൻസ്, കൺട്രിമെൻ, വേർ സി ഷുഡ് ബി ലൈക്ക് കെ ആൻഡ് കംപ്ലീറ്റിംഗ് ദ ഹാർഡ് കോൺസെന്റ് ഫോളോ ക്രിയേറ്റ്സ് എ റിതം. അപ്പൊ അവിടെ എന്താണ് ചെയ്യുന്നത്? അതൊരു റിതം ഉണ്ടാക്കുകയാണ്. ദാറ്റ് ഡ്രോസ് ലിസണേഴ്സ് ആൻഡ് ഒറേറ്റേഴ്സ് സ്ട്രിക്ട് ടു കമാൻഡ് അറ്റൻഷൻ റൈറ്റ് ഫ്രം ദ സ്റ്റാർട്ട്. അപ്പൊ ഈ ഇദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്ന ഫ്രണ്ട്സ്, റോമൻസ്, കൺട്രി മെൻ, അപ്പൊ ആ ഇവിടെ എല്ലാം ആറ് ഉപയോഗിച്ചിരിക്കുന്നത് എന്താണ് കാണിച്ചു തരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു എഴുത്തുകാരൻ ജനങ്ങളിലേക്ക് തന്നിലേക്ക് ജനങ്ങളുടെ ശ്രദ്ധ ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ആ ഒരു ഭാഷയുടെ വൈദിധ്യത്തെയാണ് ഇവിടെ എന്താ ചെയ്യുന്നത്, നമ്മളെ എക്സ്പ്രസ് ആക്കി ചെയ്ത് കാണിച്ചു തന്നിരിക്കുന്നത്. ഓക്കെ, ഇവിടെ ഫംഗ്ഷൻ എന്താണ്? ഓക്കെ, ഒരു റിതം ആൻഡ് മ്യൂസിക്കാലിറ്റി. അതായത് ഇവിടെ തരുമ്പോൾ തന്നെ എന്താണ്, ഒന്ന് ശ്രദ്ധയെ ആകർഷിക്കുന്നു, രണ്ടാമതായിട്ട് ഇതൊരു റിതം നൽകുന്നു, മൂന്നാമതായിട്ട് ഈ പറയുന്നതിന് ഒരു മ്യൂസിക്കാലിറ്റി നൽകുന്നു. ഇവ എല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഈ ഒറേറ്റർ ഇങ്ങനെ പറയുമ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഭയങ്കരമായിട്ട് ഒരു ശ്രദ്ധ ഇദ്ദേഹത്തിലേക്ക് ചെല്ലുന്ന ഒരു സംഭവം ഉണ്ടാവും. അപ്പൊ ഈ അലിട്രേഷൻ, അതായത് റിപ്പീറ്റിംഗ് ദ സെയിം സൗണ്ട്, ഓക്കെ, ആ ഇങ്ങനെ ഒരേ സൈസിലുള്ള സൗണ്ട് ഉപയോഗിച്ച് ഈ എന്താ പറയുന്നത് ഒറേറ്റർ തന്റെ ലിസണേഴ്സിനെ തന്നിലേക്ക് ശ്രദ്ധ ആകർഷിപ്പിക്കുക, താൻ പറയുന്നതിലേക്ക്. ഓക്കെ, ഇനി യുവർ എക്സാമ്പിൾ ഓർ ക്രിയേഷൻ, അല്ലെങ്കിൽ നമ്മളോട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടേതായ ഒരു എക്സാമ്പിൾ തരാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഞാനിവിടെ ഒരു എക്സാമ്പിൾ ഞാൻ എഴുതിയിട്ടുണ്ട്. ദ സൈലന്റ് സീ സ്ലിഡ് സ്മൂത്ത്ലി ടു ദ ഷോർ. ഇവിടെ എന്താണ്, എസ് 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 എന്നുള്ള ആ അക്ഷരം തന്നെയാണ് റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത്. ദ സൈലന്റ് സീ, അതായത് നിശബ്ദമായ കടൽ എന്ത് ചെയ്തു? സ്ലിഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലൈഡ് ചെയ്യുക, അല്ലെങ്കിൽ അടിച്ചു കയറി വരിക. സ്മൂത്ത്ലി, വളരെ പയ്യെ, ടു ദ ഷോർ, അതായത് തീരത്തേക്ക് സ്മൂത്ത് ആയിട്ട് ഈ ഷോറിലേക്ക് കടല് അടിച്ചു കയറി വന്നു എന്ന്. ഇവിടെ എല്ലാ ഇതും എസ് എന്നുള്ള അക്ഷരമാണ് പിന്നെയും പിന്നെയും ഞാൻ ഇവിടെ റിപ്പീറ്റ് ചെയ്തായിട്ട് ചെയ്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഇത് മനസ്സിലായെന്ന്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അടുത്ത ലിറ്റററി ഡിവൈസ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ആ പുസ്തകത്തിനകത്ത് തന്നിരിക്കുന്നത് ഏതാണ്? ഐറണി എന്നുള്ള ഒരു ലിറ്റററി ഡിവൈസ് ആണ്. ഓക്കെ, നമുക്ക് ചോദിക്കാം എന്താണ് ഐറണി? ഓൾറെഡി നമ്മൾ കണ്ടതാണ്, എങ്കിലും ഒന്നോടെ പറയുകയാണ്. ദ യൂസ് ഓഫ് വേർഡ്സ് ടു എക്സ്പ്രസ് സംതിങ് അതർ ദാൻ ദെയർ ലിറ്ററൽ മീനിങ്. ഓക്കെ, ഇവിടെ എന്താണ് യൂസ് ഓഫ് വേർഡ്സ്? അതായത് ഐറണിയിൽ എന്താണ് ചെയ്യുന്നത്? യൂസ് ഓഫ് വേർഡ്സ്, വാക്കുകൾ ഉപയോഗിക്കുന്നു. ടു എക്സ്പ്രസ് സംതിങ്, അതായത് ഒരു കാര്യം ഹി വാണ്ടഡ് ടു എക്സ്പ്രസ്, പക്ഷെ അതിനു വേണ്ടിയിട്ട് അദ്ദേഹം വേറെ ഒന്നായിരിക്കും പറയുന്നത്, അല്ലെങ്കിൽ ദെയർ ലിറ്ററൽ മീനിങ്, അതായത് ശരിക്കുമുള്ള കാര്യത്തിന്റെ മീനിങ് അല്ല അദ്ദേഹം അവിടെ ഉപയോഗിക്കുന്നത്. യൂഷ്വലി സാധാരണ ഉപയോഗിക്കുന്നത് ഏതാണ്? നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും അവിടെ ഉപയോഗിക്കുന്നത്. അപ്പൊ അതായത് നമ്മളൊരു കാര്യം പറയാൻ ഉദ്ദേശിക്കുന്നു ഐറണിയിലൂടെ എന്ന് വെച്ചാൽ നമ്മൾ ശരിക്കുള്ള കാര്യമല്ലായിരിക്കും പറയുന്നത്, നേരെ വിപരീതമായ കാര്യമാണ് പറയുന്നത്. അത് കേൾക്കുന്ന ആളുകൾക്ക് മനസ്സിലാകും നമ്മൾ ഈ പറയുന്നത് നേരെ വിപരീതമാണെന്ന്. അത് ഒരു ലാംഗ്വേജിന്റെ അല്ലെങ്കിൽ നമ്മളുടെ ഭാഷയിലെ ഒരു ശൈലി പ്രയോഗമാണ്. ഓക്കെ, ഇനി നമുക്ക് ഈ ലൈൻ ഫ്രം ദ ടെക്സ്റ്റ്, നമുക്ക് ഈ ടെക്സ്റ്റിൽ നിന്നും ഒരു ലൈൻ നമുക്ക് എടുക്കുവാണെങ്കിൽ പറയാം, ബ്രൂട്ടസ് ഈസ് ആൻ ഓണറബിൾ മാൻ. അതായത് ഈ പ്രസംഗം തുടങ്ങുമ്പോൾ മുതൽ ഷേക്സ്പിയർ പറയുന്ന ഒരു വാക്കാണ് ബ്രൂട്ടസ് ഈസ് ആൻ ഓണറബിൾ മാൻ. പക്ഷെ അത് കേൾക്കുന്ന കേൾവിക്കാർക്ക് എല്ലാവർക്കും കാലക്രമേണ അല്ലെങ്കിൽ സമയം പുരോഗമിക്കുമ്പോൾ അല്ലെങ്കിൽ പ്രസംഗം മുൻപോട്ട് പോകുമ്പോൾ മനസ്സിലാവും ബ്രൂട്ടസ് സത്യസന്ധനായ നീതിമാനായ ഒരു മനുഷ്യനല്ല എന്ന്. പക്ഷെ പ്രസംഗത്തിൽ മുഴുവൻ മാർക്ക് ആന്റണി അദ്ദേഹം ഒരു ഓണറബിൾ മാൻ ആണെന്നാണ് പറയുന്നത്. അതായത് നേരെ വിപരീതമാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ, ഇനി ഇതിന്റെ ഫംഗ്ഷൻ എന്താണ്? ഇറ്റ് ഹൈലൈറ്റ്സ് ദ ഓപ്പോസിറ്റ് ഓഫ് വാട്ട് ഈസ് സെഡ്.
ഇവിടെ നമുക്ക് എപ്പോഴും കാണുവാൻ സാധിക്കുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ്, അതായത് നേരെ വിപരീതത്തെയാണ് അത് നമ്മളെ ചൂണ്ടിക്കാണിച്ചു തരുന്നത്. അപ്പൊ എന്തൊരു പ്രവൃത്തിയുടെയും നേരെ വിപരീതത്തെ ചൂണ്ടിക്കാണിക്കുന്നതിന് വേണ്ടി വിപരീതമായിട്ടുള്ള കാര്യം പറയുകയാണെങ്കിൽ അതിനെ നമുക്ക് എന്ത് എന്ന് പറയാം? അതിനെ ഐറണി എന്ന് പറയാം. ഇനി യുവർ എക്സാമ്പിൾ ഓർ ക്രിയേറ്റ്, നിങ്ങളോട് ഒരു എക്സാമ്പിൾ പറയുവാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒക്കെ വളരെ സിമ്പിൾ ആയിട്ട് പറയാം. എ ട്രാഫിക് കോപ്പ് ഗെറ്റ്സ് ഫൈൻ ഫോർ ഓവർ സ്പീഡ്. അതായത് ട്രാഫിക് കോപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുക ട്രാഫിക് പോലീസുകാരൻ. അദ്ദേഹം എപ്പോഴും സ്പീഡ് ലിമിറ്റ് ചെയ്തേ വാഹനം ഓടിക്കാവുള്ളൂ. പക്ഷെ അദ്ദേഹത്തിന് ഒരു ഫൈൻ കിട്ടുക എന്ന് പറഞ്ഞാൽ നേരെ വിപരീതമായിട്ടുള്ള കാര്യമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമുക്ക് പോകുവാനുള്ളത് ഇനി നമ്മൾ പോകുന്നത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൈപ്പർബോള എന്ന് പറയുന്ന ഒരു ലിറ്റററി ഡിവൈസിലേക്കാണ്. ഓക്കെ, ഹൈപ്പർബോള എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? എക്സാജറേഷൻ അല്ലെങ്കിൽ ഓവർ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഓവർ എംഫസൈസ് എന്നൊക്കെ നമ്മൾ പറയും. അതായത് ഒരു കാര്യം ഉണ്ട്, എന്നാൽ പക്ഷെ നമ്മൾ ആ കാര്യത്തെ എന്താ പറയുന്നത് വളരെ കൂടുതലായിട്ട് അങ്ങോട്ട് പറഞ്ഞ് പൊലിപ്പിക്കും. പക്ഷെ അത്രയും ഉണ്ടാവുകയില്ല, പക്ഷെ അധികമായിട്ട് നമ്മൾ പറയും. ചിലപ്പോൾ നമ്മളൊക്കെ പറയുമല്ലോ ഈ തള്ളെന്നൊക്കെ പറയുമല്ലോ ഇപ്പോഴത്തെ നമ്മുടെ മോഡേൺ ഭാഷയിൽ, അത് തന്നെ സംഗതി. ഓക്കെ, ലൈൻ ഫ്രം ദ ടെക്സ്റ്റ്, അതായത് ഈ ടെക്സ്റ്റിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ഒരു ലൈൻ എടുക്കാം. മൈ ഹാർട്ട് ഈസ് ഇൻ ദ കോഫിൻ വിത്ത് ദ സീസർ ആൻഡ് ഐ മസ്റ്റ് പോസ് ടിൽ ഇറ്റ് കംസ് ബാക്ക് ടു മീ. ഇവിടെ അദ്ദേഹം എന്താ പറയുന്നത്? എന്റെ ഹൃദയം സീസറിനോടൊപ്പം, മൈ ഹാർട്ട് ഈസ് ഇൻ ദ കോഫിൻ, എന്റെ ഹൃദയം ശവപ്പെട്ടിയിലാണ്. കോഫിനിലാണെന്ന് വെച്ചാൽ, കോഫിൻ എന്ന് വെച്ചാൽ ശവപ്പെട്ടി. ദെയർ വിത്ത് സീസർ, അവിടെ സീസറിനോട് കൂടിയാണ്. ആൻഡ് ഐ മസ്റ്റ് പോസ്, അതായത് ഞാൻ ഇവിടെ ഒന്ന് നിർത്തണം, അതായത് ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. ടിൽ ഇറ്റ് കംസ് ബാക്ക് ടു മീ, ആ ഹൃദയം എന്നിലേക്ക് കടന്നു വരുന്നത് വരെ ഞാൻ ഇവിടെ പ്രസംഗം നിർത്തണം എന്നാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ, ഇതൊരു ലിറ്ററലി ഡിവൈസ് ആണ്. ഹൈപ്പർ പ്ലോവ് ചെയ്തിരിക്കുക അല്ലെങ്കിൽ എക്സാജറേറ്റ് ചെയ്ത് പറയുന്നതാണ്. സത്യത്തിൽ നമുക്കറിയാം ആരുടെയും ഹൃദയം അവിടെ ഉണ്ടാവുകയില്ല എന്നുള്ള കാര്യം. ഓക്കെ, ഇവിടുത്തെ ഫംഗ്ഷൻ എന്താണ്? ഇത്തരത്തിലുള്ള ആ ലിറ്റററി ഡിവൈസിന്റെ ഫംഗ്ഷൻ എന്താണ്? എംഫസൈസ് ചെയ്യുക. എംഫസൈസ് നമ്മളുടെ ആ ഒരു എമോഷൻ, നമ്മളിൽ ഉണ്ടാകുന്ന ആ വികാരങ്ങളെ കൂടുതൽ ശക്തിയോടുകൂടി എംഫസൈസ് ചെയ്യുന്നു. ഓർ ഇന്റൻസിറ്റി, അതായത് അതിന്റെ ഇന്റൻസിറ്റി, അതിന്റെ കാഠിന്യത്തെ കൂട്ടിത്തരുന്നു. ഓർ ദ പോയിന്റ് വി വാണ്ടഡ്, അപ്പൊ നമ്മൾക്ക് പറയേണ്ടതായ കാര്യത്തെ കൂടുതൽ എംഫസൈസ് ചെയ്ത് പറയുന്നു. വിത്ത് എമോഷൻ, വികാരത്തോടു കൂടി പറയുന്നു. അതിന്റെ കാഠിന്യത്തെ കൂട്ടിക്കൊണ്ട് നമ്മൾ പറയുകയാണ് നമുക്ക് പറയേണ്ടതായിട്ടുള്ള ആ ഒരു കാര്യത്തെ. അപ്പൊ ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് യുവർ എക്സാമ്പിൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് പറയാം ഐ ആം ഹംഗ്രി ഐ കുഡ് ഈറ്റ് എ ഹോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുന്നത്? ഞാൻ ഭയങ്കരമായിട്ട് വിശന്നിരിക്കുവാണ്, എനിക്കൊരു കുതിരയെ തിന്നാനുള്ള വിശപ്പുണ്ട്. അല്ലെങ്കിൽ നമ്മൾ പറയാറുണ്ട് ഐ ആം ഹംഗ്രി ഐ കുഡ് ഈറ്റ് എന്ന് പറയുന്നത് എലിഫന്റ്. നമ്മൾ സാധാരണ പറയും ആനയെ തിന്നാനുള്ള വിശപ്പുണ്ട്, കുതിരയെ തിന്നാനുള്ള വിശപ്പുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഇതെല്ലാം എന്താണ്? സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ഹൈപ്പർബോള എന്ന് പറയുന്ന ഒരു ലിറ്റററി ഡിവൈസ് ആണ്. എനിക്ക് തോന്നുന്നു ആ ഭാഗം നിങ്ങൾക്ക് മനസ്സിലായെന്ന്. ഇനി അടുത്ത ലിറ്റററി ഡിവൈസിലേക്ക് നമ്മൾ പോവുകയാണ്. റിറ്റോറിക്കൽ ക്വസ്റ്റ്യൻ. റിറ്റോറിക്കൽ ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ചോദ്യം. റിറ്റോറിക്കൽ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ എ ക്വസ്റ്റ്യൻ ദാറ്റ് ഡസ് നോട്ട് റിക്വയർ ആൻ ആൻസർ. അതായത് ഈ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഈ ലിറ്ററേച്ചർ എഴുതുന്ന അല്ലെങ്കിൽ സാഹിത്യം എഴുതുന്ന അല്ലെങ്കിൽ പ്രസംഗം പറയുന്നയാൾ ചില ചോദ്യങ്ങൾ ചോദിക്കും. ആ ചോദ്യങ്ങൾക്ക് നമ്മൾ ഉത്തരം പറയേണ്ട ആവശ്യമില്ല. ഉദാഹരണം, ലൈൻ ഫ്രം ദ ടെക്സ്റ്റ്. ഡിഡ് ദിസ് ഇൻ സീസർ സീംസ് അംബീഷ്യസ്. ഇത് സീസറിൽ ഒരു സ്വാർത്ഥതയെ കാണിച്ചു തരുന്നുണ്ടോ? ഇവിടെ നമ്മളൊരു ഉത്തരം പറയേണ്ട ആവശ്യമില്ല, പക്ഷെ നമ്മളെ ഒന്ന് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുകയാണ്. നമ്മളുടെ എന്താ പറയുന്നത്, അതിന്റെ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുകയാണ്. അടുത്ത സെന്റൻസും പറയാം. വാട്ട് കോസസ് വിത്ത് ഹോൾഡ് യു ദെൻ ഡു മോൺ ഫോർ ഹിം. എന്താണ് നിങ്ങളെ അവന് വേണ്ടിയിട്ട് വിത്ത് ഹോൾസ് പിടിച്ചു നിർത്തുന്നത്? യു ദെൻ ടു മോൺ ഫോർ ഹിം. അപ്പൊ എന്താണ് നിങ്ങളെ അവന്, മോൺ എന്ന് വെച്ചാൽ കരയുക, ഫോർ ഹിം എന്ന് വെച്ചാൽ അവന് വേണ്ടി. അപ്പൊ നിങ്ങൾ അവന് വേണ്ടി കരയുന്നതിന് എന്താണ് നിങ്ങളെ തടസ്സപ്പെടുത്തുന്നത്? ഇവിടെ നിങ്ങൾ കരയുന്നില്ല, നിങ്ങൾ എന്തുകൊണ്ടാണ് കരയാത്തത് എന്ന് ചോദിക്കുകയാണ്. അല്ലാതെ ഇവിടെ മാർക്ക് ആന്റണി ഒരിക്കലും ആ ഓഡിയൻസിൽ നിന്ന് അതിനൊരു റിപ്ലൈ പ്രതീക്ഷിക്കുന്നില്ല. ഇവിടെ എന്താണ് ചെയ്യുന്നത്? കേൾവിക്കാരനെ കൊണ്ട് ഒന്ന് ചിന്തിപ്പിക്കുകയാണ്. ഇങ്ങനെയൊക്കെയാണല്ലോ പ്രശ്നങ്ങൾ എന്നുള്ള കാര്യം. എനിക്ക് തോന്നുന്നു ഇത് നിങ്ങൾക്ക് അടുത്തതായിട്ട് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഫോർ എക്സാമ്പിൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് യുവർ എക്സാമ്പിൾ ഓൺലി ക്രിയേഷൻ. അപ്പൊ നമുക്ക് ഇവിടെ ഇരുന്നേച്ച് ഒരു എക്സാമ്പിൾ ആയിട്ട് എഴുതാം. ഹു ഡസ് നോട്ട് ലവ് എ ഗുഡ് സ്റ്റോറി. ആരാണ് ഒരു നല്ല കഥ ഇഷ്ടപ്പെടാത്തത്? ഇതൊരു വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. എല്ലാവർക്കും അറിയാം. ഇതിന് ഉത്തരം എന്താണെന്ന് വെച്ചാൽ ഇത് കേൾക്കുന്നവർക്ക് തന്നെ അറിയാം. എല്ലാവർക്കും
നല്ല കഥകൾ ഇഷ്ടമാണെന്നുള്ള കാര്യം. എനിക്ക് തോന്നുന്നു ഈ ഭാഗം നിങ്ങൾക്ക് മനസ്സിലായെന്ന്. ഇനി നമ്മൾ അടുത്ത വീഡിയോയിലേക്ക് പോവുകയാണ്.